മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലു പോൽ പറ്റി ഞാൻ. ഹായ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോയുടെ ബാക്കി എന്നോണം ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ പിച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കൂടുതൽ ശ്രുതി മുകളിലേക്ക് പോകുമ്പോൾ വോയിസ് കിട്ടുന്നില്ല, പിച്ചുള്ള പാട്ടുകൾ പാടാൻ പറ്റുന്നില്ല എന്നതാണ് ചില ആളുകളുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം. കൂടുതൽ ആളുകൾക്കുണ്ട്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ കൂടുതൽ പാടി നോക്കാത്ത ആളുകൾക്കൊന്നും കൂടുതൽ പിച്ച് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. നമ്മുടെ ത്രോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പിച്ച് കിട്ടും. ഇപ്പോൾ 3 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറ്റുന്ന പോലുള്ള ഒരു സംഭവമല്ല. ഇത് ഒരുപാട് ടൈം എടുത്തിട്ട് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ചില ആളുകൾക്ക് ഇപ്പോൾ 1 വർഷം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും. ചില ആളുകൾക്ക് ഒരു 6 മാസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് സ്റ്റെപ്പാണ്. ഇത് തന്നെയാണ് നമ്മുടെ പിച്ച്. അതായത് ഒരു 1 2 3 4 5 എന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പ് കാണാമല്ലോ. ഈ ഒരു സ്റ്റെപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് എങ്ങനെയാണ് പിച്ച് കൂട്ടുക എന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ശ്രുതി പാടുന്നത് കേട്ടിട്ട് ആ ഒരു രീതിയിലേക്ക് ജസ്റ്റ് ഒന്ന് പാടുക. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു സംഗതി എല്ലാവരും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. പിന്നെ പിച്ചുള്ള പാട്ടുകൾ 1-2 പാട്ടുകൾ നമ്മളൊന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാപ്പിളപ്പാട്ടിലുള്ള ഒരു പാട്ടും ഒരു ഫിലിമിലെ ഒരു പാട്ടും. അപ്പോൾ ആ ഒരു 2 പാട്ടുകളും ഇതിൻ്റെ കൂടെ കേൾക്കാം. ശ്രുതിക്ക് കട്ട സ്കെയിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരു സ്കെയിലായിട്ടാണ് ഞാനിതിൽ ഉപമിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രുതി 1-ലാണ് നമ്മളൊരു സ്റ്റെപ്പ് കയറുന്നത്. എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ? ഏകദേശം ഇങ്ങനെ 12ഓളം. അതായത് ഞാൻ താഴെ നിന്നിട്ടാണ് ഫസ്റ്റത്തെ ശ്രുതി പാടുന്നത്. 2ാമത്തെ ശ്രുതിക്ക് ഞാൻ ഇവിടെ കയറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഫസ്റ്റ് ഒന്ന് കേൾക്കുക, കൂടെ പാടണ്ട. ഇതേ രീതിയിൽ ഞാൻ അങ്ങോട്ടും ആരോഹണം അവരോഹണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു സംഗതി റിവേഴ്സ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ശ്രുതിയിലാണ് പാടിയത്. One, two, three, four, five, six, 7, 8, 9, 10, 11, 12 12 ശ്രുതിയിലാണ് ഇപ്പോൾ നമ്മൾ പാടിയിട്ടുള്ളത്. ജസ്റ്റ് ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം എടുക്കുക. മുകളിലേക്ക് ഇനിയും പാടാനുണ്ട്. അപ്പോൾ ശ്രുതിയുണ്ട്, അതുപോലെ സ്റ്റെപ്പും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊരു 12 ശ്രുതി എന്ന് എല്ലാവർക്കും എത്തിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം, ഒരു 10 ശ്രുതിയെങ്കിലും എത്താത്തവരുണ്ടാവരുത്. അപ്പോൾ നമുക്കിനി വേണമെങ്കിലും താഴെ നിന്ന് ശ്രുതി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രുതി 1 എന്നുള്ളത് ചിലപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസമായിരിക്കും മുകളിലേക്ക് പോകാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രുതി ഏലൊന്ന് ജസ്റ്റ് ഒന്ന് പാടാം. ആ മുകളിലെ ശ്രുതി വരെ അല്ലെങ്കിൽ ആ മുകളിലെ സ്റ്റെപ്പ് വരെ ശ്രുതിയുമായി എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ശ്രുതി താഴ്ത്തി പിടിക്കുന്നത്. മുതിർന്ന ആളുകൾ മെയിൽ വോയിസ് ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു ശ്രുതി 1 തന്നെ നേരത്തെ പാടിയ ആ ഒരു ശ്രുതിയിൽ തന്നെ മുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന്
പരിശോധിക്കുക. എന്നിട്ട് അതും കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് യൂസ് ചെയ്യുക. ശ്രുതി ആ ഒരു ഏത് ശ്രുതിയിലേക്കാണ് ഇനി എത്താനുള്ളത് അത് ട്രൈ ചെയ്യുക. ഏക്കാണ് പാടുന്നത്, ശ്രുതി 6. അതുപോലെ ഡിസോർഡറിൽ പാട്ടിലുപരി നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് പറഞ്ഞാൽ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു പാട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിച്ച് കൂടുതൽ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ചില ആളുകൾക്ക് ഏത് പാട്ട് പാടിയാലാണ് കൂടുതൽ പിച്ച് കിട്ടുക അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ പാട്ടുകളും ഇങ്ങനെ കൂടുതൽ പാടി നോക്കുന്നതിനനുസരിച്ചിട്ടാണ് പിച്ച് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് ഇന്ന പാട്ട് എന്നൊന്നുമില്ല. അപ്പോൾ എന്നാലും 1-2 പാട്ടുകൾ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം കൂടുതൽ ഹൈ സ്കെയിലിൽ വരുന്ന പാട്ടുകൾ, കൂടുതൽ പിച്ചിൽ വരുന്ന പാട്ടുകളാണ്. അപ്പം മാപ്പിളപ്പാട്ടിലുള്ള ഒരു പാട്ടാണ് ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. കൂടുതൽ പേർക്കും അറിയുന്നൊരു പാട്ടാണ്. കണ്ണൂർ ഷെരീഫ് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് അതിൻ്റെ ഒറിജിനൽ സ്കെയിലാണ് പാടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രുതി കുറച്ചൊന്ന് പാടാം കേട്ടോ. ആദ്യമായിട്ട് ഒറിജിനൽ സ്കെയിലിൽ പാടാം. ഞാൻ പാടുമ്പോൾ ആ ഒരു സ്ട്രെയിൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പിച്ച് ഉണ്ട് എന്നുള്ളത്. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ, അലി ഹൈദരിൻ പ്രിയ വിടർ ഫാത്തിമ. അപ്പം ഈ ഒരു ഒരേ സ്കെയിൽ, അതായത് മുകളിലാണ്. നമുക്ക് ജസ്റ്റ് ഒരു അവിടേക്കൊന്നും ശ്രുതി വരുന്നില്ലല്ലോ. ആ ഒരു സ്കെയിലാണ് പാട്ട് വരുന്നത്. അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗം കൂടെ കേൾക്കാം. അതേ ശ്രുതി തന്നെ വരുന്നത്. ആശിച്ചൊരുമാൻ പഴം തിന്നുവാൻ അത് പൂമാരനോട് പറഞ്ഞു വാങ്ങാൻ. ഇതാണ് അതിൻ്റെ പല്ലവി വരുന്നത്, അനുപല്ലവി. ആറ്റി പോറ്റി വീടർ പറഞ്ഞൊരാശ അതു സാധിപ്പിക്കുവാൻ ഇല്ലല്ലോ കാശ. ഈ ഒരു സ്കെയിലാണ് ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്ത പാടുന്ന. വോയിസിന് ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റിസ്കിൽ പാടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓപ്പണായിട്ട് തന്നെ പാടാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ശ്രുതിയിലാണ് മുതിർന്ന ആളുകളൊക്കെ പറ്റുന്ന, ഈ ഒരു പിച്ച് കിട്ടുന്ന ആളുകളൊക്കെ ഇതിലാണ് പാടേണ്ടത്. പിന്നെ കുട്ടികൾ ആണെങ്കിൽ ചിലപ്പോൾ പിച്ച് കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ശ്രുതി താഴ്ത്തി പാടാം. ആറ്റൽ നബിയുടെ ആറ്റൽ നബിയുടെ അവരുടെ ടോൺ വരുന്നത് ആ ഒരു ടോണായിരിക്കും. ശ്രുതി ഈ ഒരു ശ്രുതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഒറിജിനൽ കിട്ടുന്ന ആളുകൾ ഓക്കെ. അപ്പോൾ ആ ഒരു ഒറിജിനൽ ശ്രുതി, അതുപോലെ പിച്ച് കുറച്ച് പാടേണ്ടത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ആ ഒരു ശ്രുതി കേൾക്കുമ്പോൾ ഒറിജിനൽ ശ്രുതി ഇതാണ്. അത് കിട്ടാത്ത ആളുകളാണെങ്കിൽ നേരെ താഴെ ശ്രുതി. ആറ്റൽ നബിയുടെ
ആറ്റൽ നബിയുടെ അവിടെ അതിൻ്റെയും താഴെയുള്ള ആളുകൾക്ക് ആറ്റൽ നബിയുടെ അങ്ങനെയാണ് ശ്രുതി കുറച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് നമ്മൾ ഇതിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തൊരു പാട്ട്, ഈ ഒരു പാട്ട് കൂടുതൽ പ്രാവശ്യങ്ങൾ പാടാം. പല്ലവി അനുപല്ലവി ചരണം അനുചരണ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പാട്ടിൽ. അപ്പോൾ ഇത് കണ്ടിന്യൂ പാടുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ശബ്ദം ഇങ്ങനെ തുറന്ന് വരും. പിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ ചില ആളുകളുടെ ശബ്ദം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പിച്ചിൽ മാത്രം പാടി പിന്നെ പിച്ച് കൂട്ടി കൊണ്ടുവന്നാൽ മതി. അടുത്തായിട്ട് നമ്മൾ പാടാൻ പോകുന്നത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള ഒരു ഫിലിം സോങ്, അതായത് മിന്നാമിനുങ്ങി എന്ന് തുടങ്ങുന്നൊരു ഗാനമാണ്. ശ്രുതി 2 ശ്രുതി ഡി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ ഇതാണ് ആ ഒരു പാട്ടിൻ്റെ പല്ലവി. ഇത് കേൾക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല, അതായത് പിച്ച് കൂടുതലില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. ആ പല്ലവിൻ്റെ എന്തിൽ പാടിയിട്ടുള്ള ഒരു സംഗതി പിച്ചുണ്ട്. പിന്നെ അതോടൊപ്പം അതിൻ്റെ അനുപല്ലവി വരുന്നത് മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അപ്പോൾ ഇതിൻ്റെ ചരണം ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂ പാടുക. പിന്നെ ഇതിൽ വരുന്ന സംഗതികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ എന്നതിലും ചെറിയ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേറെ ഒന്നുകൂടെ ടഫുള്ളൊരു സോങ്ങാണ്. അപ്പോൾ അതായത് എൻ്റെ വരുന്ന കുറച്ച് തിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടിലുപരി നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് പറഞ്ഞാൽ സ്റ്റെപ്പിൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു പാട്ട് പഠിക്കാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റെപ്പ് ശ്രുതിയോടെ കയറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത് ഒരു 5 ശ്രുതിയെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 6 ശ്രുതി 7 ശ്രുതിയെ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ 1, 2, 3 ഒക്കെ കൂടുതൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രാക്ടീസാണ് മെയിനായിട്ട് നമുക്ക് കൂടുതൽ പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇത് എൻ്റെ ഒരു ഐഡിയക്ക് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സ്കെയിൽ അല്ലെങ്കിൽ 2 നോട്ടൊക്കെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും മുകളിലേക്ക് പാടാൻ പറ്റും. അത് പാട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.